നമസ്കാരം. മനോരഥത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. പ്രേക്ഷകരുടെ കത്തുകളും ഇമെയിലും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. ഏവർക്കും ലൈംഗിക ജീവിതം എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. ലൈംഗിക ജീവിതം എന്ന സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം മെന്റൽ ഹെൽത്ത് സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ കെ ഗിരീഷാണ്. നമസ്കാരം ഡോക്ടർ. നമുക്കൊരു കോൾ ഉണ്ട്, ആദ്യം തന്നെ കോളിലേക്ക് പോകാം. ഹലോ ഹലോ, മനോരഥത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? പാലക്കാട് നിന്ന് ശിവൻ. ശിവൻ ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ. ശിവൻ നമസ്കാരം, പറയൂ, എന്താ വിശേഷം? എനിക്ക് 35 വയസ്സായി. ഞാൻ ഭാര്യയെ കൊണ്ട് ബന്ധപ്പെടുമ്പോ എനിക്ക് വികാരം ഉണ്ടാകുന്നില്ല. അതെന്താന്ന് അറിയാൻ ഞാൻ ഭാര്യ ഡോക്ടർക്ക് മാനസിക രോഗമാണെന്നൊക്കെ അവര് പറയുന്നു. ടിവിയിൽ പരസ്യം കണ്ടെത്തുന്നത്. ശിവൻ, ഇതിപ്പോ വിവാഹം കഴിഞ്ഞ് എത്ര കാലമായി ശിവൻ? വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായി? ഒരു മറ്റേ 11 കൊല്ലമായി. കുട്ടികൾ വല്ലതും ഉണ്ടോ? 2 കുട്ടികളുണ്ട്. ആദ്യകാലങ്ങളിൽ പിന്നെ ഭാര്യയുമായിട്ടുള്ള അടുപ്പം ഉണ്ടാകുമ്പോൾ, ശാരീരികമായിട്ട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴും ഒരു വികാരം ഉണ്ടാവാതിരിക്കുന്നുണ്ടായിരുന്നു, അതോ അടുത്ത കാലത്താണ് ഈ പ്രശ്നം? എത്ര കാലം കൊണ്ട്? 1 വർഷം കൊണ്ടാണ്? ഒരു താല്പര്യം തോന്നുന്നില്ല. താല്പര്യം ഇല്ലെങ്കിലും ബന്ധപ്പെടാറുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, താല്പര്യം മാത്രമില്ലാതിരിക്കുകയാണോ അതോ ലിംഗം ഉയരുന്നില്ലയോ? ഇറക്ഷൻ ഉണ്ടാകുന്നു? ഉയരുന്നില്ല. ഭാര്യയോട് എന്തെങ്കിലും ഇഷ്ടക്കുറവ് വരെ സംഭവിച്ചിട്ടുണ്ടോ ശിവൻ? ഭാര്യയോട് ഇഷ്ടമാണ്. ഭാര്യ അല്ലാതെ മറ്റേതെങ്കിലും സ്ത്രീ ഹൃദയങ്ങൾ ശിവന്റെ മനസ്സിൽ? വേറെ പാർവതിമാരൊന്നും കടന്നുകൂടിയിട്ടില്ലല്ലോ? എന്നും പോയിട്ടില്ല. ഓക്കെ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പം ശിവന്റെ ഉറക്കമൊക്കെ എങ്ങനെയാണ്? ഉറക്കമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ടോ? വിശപ്പോ? അതിനൊന്നും വ്യത്യാസമില്ല, പഴയ പോലെ തന്നെയാണ്. മനസ്സ് എങ്ങനെയാണ്? മനസ്സൊക്കെ പൊതുവായിട്ട് പഴയ പോലെ പിന്നെ സന്തോഷമൊക്കെയാണോ, അതോ ഈ അടുത്ത 1 വർഷത്തിനുള്ളിൽ മനസ്സിൽ കൂടുതൽ ദുഃഖം തോന്നുക, കാര്യങ്ങൾ? ഒരു കുഴപ്പമില്ല. അത് ശരി. പ്രത്യേകിച്ച് ഒരു പ്രശ്നം തോന്നുന്നില്ല. ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ ശിവന് ഫോർ എക്സാമ്പിൾ ഇപ്പം കൊളസ്ട്രോളിന്റെ പ്രശ്നം ഉണ്ടെന്നോ, ഡയബറ്റീസിന്റെ പ്രശ്നം ഉണ്ടെന്നോ? ഓക്കെ. അത് വളരെ കൂടുതലല്ല ഇപ്പോ? ഓക്കെ. അത് ശിവൻ ഈ പിന്നെ ഇൻഹിബിറ്റഡ് സെക്ഷൽ ഡിസയർ, അല്ലെങ്കിൽ വേണ്ടത്രയും ലൈംഗിക താല്പര്യം ഉണ്ടാവാതിരിക്കൽ ആണ് ഇപ്പൊ ശിവൻ പറഞ്ഞ പ്രശ്നം. അപ്പൊ ഈ പ്രശ്നം പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, പല ശാരീരിക കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ ചില ഹോർമോണിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ ഡയബറ്റീസ് പോലത്തെ കണ്ടീഷനെ കുറിച്ച് കൂടുതൽ, അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം, ഇങ്ങനെ പല നിലയ്ക്കുള്ള ശാരീരികമായ പ്രശ്നങ്ങളൊന്നുണ്ടാവാം. പിന്നെ ചിലപ്പോൾ നമ്മൾ ചില മരുന്ന് കഴിക്കുന്നിരിക്കട്ടെ, മറ്റു ചില ശാരീരിക പ്രശ്നങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്നെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഉണ്ടാകുന്ന ചില കണ്ടീഷൻസ് ഉണ്ടാവാം. അതല്ലെങ്കിൽ തന്നെ മാനസികമായ കാരണങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു വിഷാദം പോലത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉത്കണ്ഠയോ സ്ഥിരം ചില ചിന്തകളോ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ ഉണ്ടാവാം. അപ്പം ഇങ്ങനെ പല കാരണങ്ങളും, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ എന്തെങ്കിലും രസക്കേടുകൾ, പരസ്പരം മാനസികമായി ഇഷ്ടപ്പെടാൻ പറ്റാതെ പോകുന്ന ചില സംഭവങ്ങളുണ്ടെങ്കിൽ അത് ഏത് കാരണം കൊണ്ട് ഇതുണ്ടാകും. പക്ഷെ ശിവൻ ഈ പറഞ്ഞതിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു കാരണവും ശിവൻ വ്യക്തമാക്കുന്നുമില്ല. ഇങ്ങനെ ഏതെങ്കിലും കാരണം ശിവൻ തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്ന ഒറ്റ കാര്യം, കുറച്ചു കൂടുതൽ വളരെ വസ്തുനിഷ്ഠമായിട്ട് വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ അനിവാര്യമാണ്. ചിലപ്പോൾ ചില ടെസ്റ്റുകളും ആ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകളും കുറച്ച് കൂടുതൽ മനഃശാസ്ത്രമായിട്ടുള്ള ചില പരീക്ഷണങ്ങളും ലൈംഗിക ശാസ്ത്രപരമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ ആവശ്യമാണ്. അത്തരത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് ഇതിൻ്റെ റീസൺ, കാരണമെന്ന് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ കാരണം കണ്ടെത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെങ്കിൽ മാത്രമേ
ശിവൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ശിവൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് പിന്നെ ലൈംഗിക മാനസികാരോഗ്യ ശാസ്ത്ര മേഖലകളിൽ വളരെ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള പിന്നെ വിവരങ്ങളും ശാസ്ത്രീയമായിട്ടുള്ള സാങ്കേതിക മാർഗങ്ങളൊക്കെ നിലവിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ ചികിത്സാ മാർഗം സ്വീകരിച്ചുകൊണ്ട് വ്യക്തമായി എന്താണെന്ന് നമുക്ക് കണ്ടെത്തിയിട്ട്, കാരണം നമ്മുടെ ഓവർ ടെലഫോണിൽ കൂടെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ വ്യക്തമായി ഇതാണ് പ്രശ്നം എന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഇപ്പോൾ. ആ സ്ഥിതിക്ക് കുറച്ച് കൂടുതൽ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള ഒരു അന്വേഷണം അനിവാര്യമാണ്. ശിവന് അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു ശിവൻ.